ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ സേമിയ കൊണ്ട് നമ്മളൊരു ബർഫി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്താവും എനിക്കൊരു ഐഡിയ ഇല്ല. നന്നായാലും നന്നായില്ലെങ്കിലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്കിത് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഇത് മിഠായി മേറ്റോ ഇത് മിഠായി മേറ്റ്. അപ്പം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിട്ടില്ല. ഇതിരിക്കുന്ന കണ്ടപ്പോൾ നമ്മളിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതാ നമ്മൾ കശുവണ്ടി, കുറച്ച് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കശുവണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ നെയ്യ് വേണം, പക്ഷെ നമ്മുടെ കയ്യിലിപ്പോൾ നെയ്യില്ല. അപ്പോൾ നമ്മൾ വേറെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം സേമിയ എടുത്തിട്ട് ഇതിനകത്തേക്ക് എന്താ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് സേമിയ എടുത്തിട്ട് നമുക്ക് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്ക് മിൽക്ക് മെയ്ഡ് അത്രയേ ഉള്ളൂ, അതിന് മാത്രമേ ഉള്ളൂ മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇത് നമുക്ക് സേമിയ, അത് വറുത്ത സേമിയാണ്, അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. വറുത്ത സേമിയ ആയതുകൊണ്ട് അധികം ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നന്നായിട്ട് വറുത്ത സേമിയാണ്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ വറുക്കാത്ത സേമിയ ആണെങ്കിൽ നന്നായിട്ട് നിങ്ങൾ വറുത്തെടുക്കണം. കാരണം അത് നമ്മൾ വേവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഇത് നമ്മൾ വേവിക്കുന്നില്ല, സേമിയ വെള്ളം ഒഴിച്ച് അങ്ങനെ വേവിക്കുന്നൊന്നുമില്ല. ഇത് ജസ്റ്റ് ഈ വറുത്തെടുക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ. അതായത് ഇതുപോലെ ഇത് വറുത്തതാണ്. അപ്പം അല്ലാത്തത് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഈ വറുത്തെടുക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വറുക്കണം. അപ്പം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇത് വറുത്ത സേമിയ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒന്ന് ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യാം. പൊട്ടുന്നുണ്ടോ? നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുവാണേ. കാരണം നമ്മൾ വറുക്കുമ്പോൾ നമുക്കൊരിത് വരുള്ളൂ. പിന്നെ ഇത് വേവിക്കുന്ന ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ട് വറുത്തെടുക്കാമെന്ന് വെച്ചേ. ഇത് അല്ലാത്തവർ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിതാ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം കേട്ടോ ഇതിനകത്തേക്ക്. ഇത് നന്നായിട്ട് വറുത്ത സേമിയ ആയതുകൊണ്ട് അധികം എനിക്ക് വറുക്കേണ്ട വന്നില്ല. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വലിയ തവയിട്. ഇതിലുള്ള ഫുള്ള് വടിച്ചെടുക്കുക. കാരണം നമുക്ക് മിൽക്ക് മെയ്ഡ് അത്ര കുറവാണ് സംഭവം. നമ്മളൊട്ടും കളയാൻ പാടില്ല. കളയാനല്ല, നമ്മളൊട്ടും നന്നായിട്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. പിസ്ത ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മറ്റേ മിൽക്ക് മെയ്ഡ് വടിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഇച്ചിരി ഒന്ന് അടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ അടി പിടിക്കും. നന്നായിട്ട് എല്ലായിടവും ഈ മിൽക്ക് മെയ്ഡ് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ബർഫി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല, നമ്മളുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പടക്കം പൊട്ടിയതാണോ എന്തോ, പേടിച്ചൊന്നുമില്ല, ഞെട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയിട്ട് മുറിച്ച് കഴിക്കാം. അപ്പം ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബർഫി. നമുക്കങ്ങനെ കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കഷ്ണം കഴിച്ചു നോക്കാം.
അടിപൊളിയാണ്. നെയ്യൊന്നും ചേർത്തിട്ടില്ല, പക്ഷെ എന്നാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നെയ്യില്ല, അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവാണ്, എന്നാലും അടിപൊളി ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.